അപ്പൊ ചങ്ങായിമാരെ, നമ്മളുള്ളത് കോവളം ബീച്ചിലാണ്. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ കേരള യാത്രക്ക് പോകും. അപ്പൊ ചങ്ങായിമാരെ, നമ്മുടെ യാത്ര അവസാനം അങ്ങനെ പുത്രികണ്ഠം മൈതാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയായിരുന്നു കേരള യാത്രയുടെ സമാപനം. ജനുവരി 1 മുതൽ ആരംഭിച്ചതായ യാത്ര ജനുവരി 16 വരെ നീണ്ടു. AP ഉസ്താദ് നയിച്ച 3ാം കേരള യാത്ര മത സാമൂഹിക രംഗത്ത് വലിയ ശ്രദ്ധ നേടിയ ഒരു ബോധവൽക്കരണ യാത്രയായിരുന്നു. മനുഷ്യർക്കൊപ്പം എന്ന ശീർഷകത്തിൽ ജനങ്ങളെയൊക്കെ ഒന്നിക്കുന്നൊരു യാത്രയായിരുന്നു AP ഉസ്താദിന്റെ കേരള യാത്ര. വിവിധതരം ജില്ലകളിൽ നിന്നുള്ള സെഞ്ചുറി ഗാർഡിന്റെ അകമ്പടിയോടെയായിരുന്നു ഉസ്താദ് വേദിയിലേക്ക് വന്നത്. ശരിക്കും പറഞ്ഞാല് 6-8 സ്ക്രീനുകൾ അവിടെ ഉണ്ടായിരുന്നു. ജനങ്ങളെ കൊണ്ട് സദസ്സ് മൊത്തം തിങ്ങിയിരുന്നു. ഉച്ച സമയമാകുമ്പോൾ തന്നെ ആൾക്കാരൊക്കെ വളരെയധികം തടിച്ചു. നിസ്കാരത്തിന് ഒരു മുടക്കം വരാത്ത രീതിയിൽ നഗരിയിൽ തന്നെ നിസ്കാര സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിരുന്നു. തിരുവനന്തപുരം EK നായനാർ പാർക്കിലായിരുന്നു നമ്മുടെ പരിപാടി നടന്നത്. അതിന്റെ ഇടയ്ക്ക് ഒരു ഉസ്താദ് എനിക്കൊരു നോട്ടീസ് തന്നു. അത് ഫെബ്രുവരി 5 നടക്കുന്ന മർക്കസ് സന്നദ്ധദാന സമ്മേളനത്തെ കുറിച്ചായിരുന്നു അതിലുണ്ടായിരുന്നത്. ചാനൽക്കാരെല്ലാം ആദ്യമേ വന്ന് സ്ഥലം ഉറപ്പിച്ചിരുന്നു. അതും മാത്രമല്ല, നമ്മുടെ 3ാം കേരള യാത്രയുടെ സമാപനത്തിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനെയായിരുന്നു. ഒരുപാട് മന്ത്രിമാരൊക്കെ അവിടെ വന്നിരുന്നു. അവസാനം ഉസ്താദിന്റെ അടിവരയിട്ടതായ വാക്കുകൾ കേട്ട് നമ്മൾ അവിടുന്ന് പോന്നു. ശരിയെന്നാ.